നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് യൂസർ ഇൻപുട്ടിനെ കുറിച്ചാണ്. സോ നമ്മുടെ പൈത്തോൺ പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ യൂസർ ഇൻപുട്ട് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതായത് നമ്മുടെ പൈത്തോൺ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റകൾ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിനു മുമ്പെല്ലാം നമ്മൾ ചെയ്തിരുന്നത് പൈത്തോൺ പ്രോഗ്രാമിൽ തന്നെ നമ്മുടെ ഡാറ്റകളെല്ലാം എൻ്റർ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. സോ ഇനി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ ഇൻപുട്ട് എങ്ങനെ നമ്മുടെ ഡാറ്റകൾ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഉദാഹരണമായി നമ്മളിവിടെ ഒരു നെയിം ആൻഡ് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ പ്രോഗ്രാം. സോ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നു. നമ്മളിവിടെ എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന പേര് നെയിം, ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ അതുപോലെ ഇമെയിൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. അതിനുശേഷം ഇൻപുട്ട് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത ശേഷം അതിനുള്ളിൽ നമ്മൾ എൻ്റർ യുവർ ഇമെയിൽ ഐ ഡി എന്ന് കൊടുക്കുന്നു. അത് ഇമെയിൽ എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളോട് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ചോദിക്കുന്നത്. ശേഷം നമ്മളിത് രണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് നെയിം കോമ ഇമെയിൽ. സോ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ യൂസർ ഇൻപുട്ട് ചോദിക്കുന്നു, എൻ്റർ യുവർ നെയിം. സോ നമ്മളിവിടെ ജോൺ എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നു എൻ്റർ യുവർ ഇമെയിൽ ഐ ഡി. സോ ഞാനിവിടെ john@gmail.com എന്ന് കൊടുക്കുന്നു. ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരും ജിമെയിൽ ഐ ഡിയും നമ്മൾ പ്രിൻറ്റ് ചെയ്ത പ്രകാരം ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു, john@gmail.com. അതുപോലെ നമുക്ക് രണ്ട് സംഖ്യകളുടെ തുക കാണുന്നത് നമുക്ക് യൂസർ ഇൻപുട്ട് എടുത്ത ശേഷം രണ്ട് സംഖ്യകളുടെ തുക എങ്ങനെ കാണാമെന്ന് നോക്കാം. വെരി സിമ്പിൾ പ്രോഗ്രാമാണ്. സോ num1 എന്ന് പറയുന്ന വേരിയബിൾ ആദ്യം കൊടുക്കുന്നു. ശേഷം ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് എൻ്റർ നമ്പർ 1. അതിനുശേഷം നമ്മൾ num2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്പർ 2 സ്റ്റോർ ചെയ്യുന്നു. ഇൻപുട്ട് എൻ്റർ നമ്പർ 2. ശേഷം നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് num1 പ്ലസ് num2 ഇവ രണ്ടും കൂട്ടിയിട്ടുള്ളൊരു തുക സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ സം എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്കിനി പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമ്മളോട് എൻ്റർ നമ്പർ 1 എന്ന് ചോദിക്കുന്നു. സോ ഞാനിവിടെ 10 എന്ന് കൊടുക്കുന്നു. അതുപോലെ എൻ്റർ നമ്പർ 2 എന്ന് ചോദിക്കുന്നു. ഞാനിവിടെ 20 എന്ന് കൊടുക്കുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാൻ 10ഉം 20ഉം കൂട്ടിയിട്ട് നമുക്ക് കിട്ടേണ്ടത് 30 ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ 10, 20, 1020 കിട്ടിയത്. കാരണം നമ്മൾ എൻ്റർ ചെയ്ത 10ഉം 20ഉം ഒരു സ്ട്രിങ് ആയിട്ടാണ് പൈത്തോൺ കണക്കാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്കിതിനെ ഈ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മളിവിടെ int എന്ന് കൊടുത്ത ശേഷം ഇതിനെയെല്ലാം ഒരു ബ്രാക്കറ്റിലോട്ട് മാറ്റുക. ഇൻപുട്ട് ഫംഗ്ഷനെ ഒരു ബ്രാക്കറ്റിലോട്ട് മാറ്റുക. അതുപോലെ താഴെയും int എന്ന് കൊടുത്ത ശേഷം അതിനെയെല്ലാം നമ്മളൊരു ബ്രാക്കറ്റിലോട്ട് മാറ്റുന്നു. സോ ഇപ്പോൾ നമ്മുടെ രണ്ട് നമ്പറും ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം 20 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മുടെ റിസൾട്ടായ 30 ലഭിക്കുന്നു. സോ നമുക്കൊന്നും കൂടി മറ്റൊരു പോയിൻ്റുള്ളൊരു നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ 1.5. സോ പോയിൻ്റുള്ള നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എറർ വരും. സോ ഇതിന് കാരണം നമ്മളിവിടെ ഇൻറ്റിജറിലോട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിത് ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ ഫ്ലോട്ട് എന്ന് കൊടുക്കുന്നു. അതുപോലെ താഴെയും ഫ്ലോട്ട് എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളോട് എൻ്റർ നമ്പർ 1 ചോദിക്കും. സോ ഞാനിവിടെ 1.5 കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ നമ്പർ 2 ചോദിക്കും. ഞാനിവിടെ 2.5 കൊടുക്കുന്നു. സോ നമ്മുടെ തുകയായ 4.0 നമുക്ക് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമ്പറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ലഭിക്കുകയുള്ളൂ. സ്ട്രിങ് ആണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുത്താൽ മതി.